രേണു സുധി ലോകമറിയുന്ന വളരെ മികച്ചൊരു കലാകാരിയാണ്, ഒരു ആക്ട്രസ്സാണ്. ഷോർട്ട് ഫിലിം, മിനി സ്ക്രീൻ, റീൽസ് തുടങ്ങിയ മേഖലകളിൽ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വലിയൊരു ആക്ട്രസ്സാണ് രേണു സുധി എന്ന് പറയുന്നത്. ഓൾ റെസ്പെക്ട് ഹിം. കൊല്ലം സുധി എന്ന് പറയുന്ന നല്ലൊരു കലാകാരൻ്റെ ഭാര്യയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നമുക്കറിയാം ഒരു സർവൈവലായിരുന്നു, ഒരു വിഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ വിധവയായിട്ടുള്ള ഒരു സ്ത്രീയുടെ സർവൈവലാണ് നമ്മൾ കണ്ടത്. അങ്ങനെ സർവൈവൽ ഇപ്പോൾ വന്ന് ഇത് ഇൻസ്റ്റാഗ്രാം എക്സ്ക്ലൂസീവ് സർവൈവലിലോട്ട് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. ദാസേട്ടൻ കോഴിക്കോടുള്ള റീൽസ് തൊട്ട് ഇൻസ്റ്റാഗ്രാം എക്സ്ക്ലൂസീവ് ഫോർമാറ്റിലുള്ള സർവൈവലാണ് ഇത്. ഒരു പാവം വിഡോ ആയിട്ടുള്ള സ്ത്രീയുടെ ഒരു ഇൻസ്റ്റാഗ്രാം എക്സ്ക്ലൂസീവ് സർവൈവലൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റി പറയുവാണെന്നുള്ള സുഹൃത്തുക്കളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇറ്റ്സ് ഹെർ ലൈഫ്, ഇറ്റ്സ് ഹെർ ചോയ്സസ്. ഓക്കെ, അതാണ് ഇറ്റ്സ് ഹെർ ലൈഫ്, ഇറ്റ്സ് ഹെർ ചോയ്സസ്. പക്ഷേ രാഷ്ട്രീയവും സാമൂഹികവും ബോധമുള്ള നമ്മളെപ്പോലുള്ള ഓരോ പൗരന്മാരും നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം, നമ്മൾ അഭിപ്രായങ്ങൾ പറയുക തന്നെ വേണം. അങ്ങനെയാണ് ഞാൻ പറയാം. ചേച്ചിയെ, നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് പോലെയൊക്കെയാണല്ലോ. അതിൽ കപ്പടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ബിഗ് ബോസ്. അപ്പോൾ അതിലൊക്കെ പോയി പങ്കെടുത്ത് വളരെ ലോങ് ഉണ്ട്, എന്താ പറ്റുക, അടുത്ത ദിവസം മറ്റേ നൊബേൽ സമ്മാനം എടുത്ത് കൊടുക്കാൻ പറ്റിയ മാത്രം വലിയൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫിഗറായിട്ടാണ് നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ട് ചേച്ചി, നിങ്ങൾ എക്സ്ക്ലൂസീവ് പോയിട്ട് ചുണ്ട് കടി, ചുണ്ടുവേദന, എക്സ്ക്ലൂസീവ് സർവൈവലൊക്കെ കൊടുക്കുന്നു. ഐ മീൻ, സർവൈവലൊക്കെ നമുക്കും ഇഷ്ടമാണ്. അതായത് ഒന്നുമില്ലായ്മ എന്നൊക്കെ പൊങ്ങി വരുന്ന സർവൈവലും കഷ്ടപ്പെടുന്ന സർവൈവലൊക്കെ നമുക്ക് നല്ലത്. ഈ എക്സ്ക്ലൂസീവ് സർവൈവലൊക്കെ എന്തുവാണ് ചേച്ചിയെ? അപ്പോൾ എക്സ്ക്ലൂസീവ് സർവൈവലൊക്കെ കൊടുത്ത് ചേച്ചി ഇങ്ങനെ റീൽസൊക്കെ ഇറക്കും, എന്നിട്ട് ലൈവൊക്കെ പോകും. അപ്പോൾ അത് ഈ ചിലവന്മാരൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. കാരണം എക്സ്ക്ലൂസീവ് അല്ലേ, അത് എല്ലാവരും കാണുമല്ലോ. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൈസ ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ പാവപ്പെട്ടവർ കൂടി സർവൈവലൊക്കെ കാണണം. നമുക്ക് ഡിസ്കവറി ചാനലിൽ കാണുന്ന സർവൈവലല്ലേ, ഇത് സ്പെഷ്യൽ സർവൈവലല്ലേ. അപ്പോൾ സർവൈവൽ നമ്മൾ കാണാനായിട്ട് അങ്ങനെ സമൂഹം എല്ലാം കണ്ടു. അപ്പോൾ ചേച്ചിയുടെ ചുണ്ട് കടി, മുറിഞ്ഞത്, ചുണ്ട് വേദന, അതൊക്കെ വളരെ തരംഗമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ കോൺട്രവേഴ്ഷ്യലാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ പൗരൻ, രാഷ്ട്രീയ സാമൂഹിക ബോധമുള്ള ഒരു പൗരൻ, ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ചേച്ചി ഇത് പ്രശ്നമാണിത്. ഇത് ചുണ്ടുവേദന അല്ലത്, ചുണ്ട് മുറിഞ്ഞതല്ലത്, ദാറ്റ്സ് സംതിങ് എൽസ്. പക്ഷെ ഞാനിതൊന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഗെറ്റ് ഇൻ ട്രബിൾ. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ഗെറ്റ് ഇൻ ട്രബിൾ, ഐ ഡോണ്ട് ബ്രിങ് ട്രബിൾ. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ കാണിച്ചു വെക്കുന്ന സംഭവങ്ങളൊക്കെ പ്രശ്നമാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും എല്ലാവർക്കും അറിയാം. എക്സ്ക്ലൂസീവ് ആയത് തന്നെ അതുകൊണ്ടാണല്ലോ. ഇച്ചിരി ചുട്ടെറിഞ്ഞിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. നിങ്ങളുടെ ഈ പറയുന്ന ചുണ്ടുവേദന, ചുണ്ട് മുറിഞ്ഞത്, ചേച്ചിയുടെ ഈ പോസ്, ആ പോസ്, ക്യാമറ മുകളിൽ നിന്ന് വരുന്നു, ക്യാമറ താഴെ നിന്ന് വരുന്നു, സൈഡിൽ നിന്ന് വരുന്നു, അതൊക്കെ കാണണമെങ്കിൽ കുറച്ച് ചുട്ടെറിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന വലിയ മഹത്വ വ്യക്തിയാണ്, അടുത്ത മദർ തെരേസയാണെന്ന രീതിയിലൊക്കെയുള്ള പ്രസൻറ്റേഷൻ നിർത്തുക. നിങ്ങൾ സാധാരണ ഒരു മിനി സ്ക്രീൻ ആക്ടറാണ്, നിങ്ങൾക്ക് ഇച്ചിരി എക്സ്ക്ലൂസീവ് കണ്ടൻ്റൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അതങ്ങനെ അങ്ങ് അവതരിപ്പിക്കാനേ. ഇതിപ്പോൾ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇറക്കണവരെ പുള്ളിക്ക് വേണ്ടിയാണ്, സുധിച്ചേട്ടന് വേണ്ടിയാണ്. ഓൾ റെസ്പെക്റ്റ്. ഒക്കെ, ഞാൻ പറഞ്ഞില്ല, നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് വിയോഗം സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുള്ള കാര്യമായിരുന്നു അന്ന്. ഓക്കെ, ഇപ്പോഴും ഉണ്ട് സങ്കടം, കാരണം നല്ലൊരു കലാകാരനായിരുന്നു, നമ്മളപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാ സൂചിയേട്ടന് വേണ്ടി എന്നും പറഞ്ഞ് വന്ന് എക്സ്ക്ലൂസീവ് സർവൈവൽ വരെ സൂചിയേട്ടന് വേണ്ടി ആയി. ദാസേട്ടൻ കോഴിക്കോടിനോട് റീൽസ്, ബീച്ചിൽ കിടന്ന റീൽസ്, എല്ലാം സൂചിയേട്ടന് വേണ്ടി. ദൈവമേ കാത്തോണ മനുഷ്യനെ. ഓക്കെ, അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി മാറ്റും. ഒന്നെങ്കിൽ നിങ്ങൾ ഇതൊക്കെയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യം, നിങ്ങൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടും, നിങ്ങൾ അങ്ങനെയൊക്കെയാണ്. അല്ല മറ്റേ ലിജോസ് പേനയുടെ കൂടെ നടക്കുന്ന താടിയൊക്കെ വളർത്തിരിക്കുന്ന മുടിയെല്ലാം വിളച്ചെടുക്കുന്ന അഭിലാഷ് അമ്മനെ കൊണ്ടുവന്നിട്ട് കണ്ണം വന്നിങ്ങനെ പൊട്ടിത്തെറിയുക. ഒരു രേണുസുതി ഒരു കൊച്ചു പാവമോ, കൊച്ചിൻ്റെ വീഡിയോ സ്ക്രീൻഷോട്ട് ചെയ്ത് കുറേ പേര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി റിയാക്ഷൻ അടിക്കുന്നു, ഒപ്പീനിയൻ പറയുന്നേ. ഒപ്പീനിയൻ ഞാൻ പറയും ചേട്ടാ, ഞാൻ ഒരു രാഷ്ട്രീയ സാമൂഹിക ബോധമുള്ള പൗരനാണേ, കണ്ടായ അഭിപ്രായം പറയുന്നേ. ഇറ്റ്സ് മൈ റൈറ്റ്. ഓക്കെ, യു ഗോട്ട് ഈദർ പ്രസൻറ്റ് യുവർ സെൽഫ് ആസ്, നിങ്ങൾ ആരാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാതെ ഇരിക്കുക. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഉള്ള പോലെ തമാശയൊക്കെ ഉള്ള പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വൈറലാകണം, എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വീഡിയോക്ക് എല്ലാവരും കാണിക്കുക, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇടും, കോൺട്രവേഴ്സി ഉണ്ടാക്കി അതിനെ പിടിച്ചു പറ്റി അതിന് ചുറ്റും കളിച്ചിറങ്ങി കുറേ ഇൻ്റർവ്യൂ കൊടുക്കും, എല്ലാം ചെയ്യും. മീംസും ട്രോൾസൊക്കെ വന്ന് ഫുൾ കോൺട്രവേഴ്സി നിറഞ്ഞ് അതിന് ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടു, കോൺട്രവേഴ്സി വേണം, എൻ്റെ ഒരു നെയിം ഫെയിം എപ്പോഴും മെയിൻ സ്ക്രീനിൽ വേണം, ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് അത് അഗ്രി ചെയ്യുക അതിൽ, എന്നിട്ട് അങ്ങനെ അങ്ങ് പോവുക. ഈ ആറാട്ടണ്ണൻ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ ടീംസും
അത് സമ്മതിച്ചു കൊടുത്താൽ മതി, ഞങ്ങൾക്ക് ഇതാണ് ജീവിക്കുക, ഞങ്ങളുടെ ജീവിത രീതി ഇതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം ജീവിക്കാൻ, ഞങ്ങൾക്ക് ഇച്ചിരി കോൺട്രവേഴ്സി ഉണ്ടാക്കിയും കുറച്ച് കോമാളിതരം കാണിച്ച് വേണം ജീവിക്കാനായിട്ട്, അങ്ങനെ ജീവിച്ചോളാനേ. അല്ലാതെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് വലിയ സംഭവങ്ങളാണ്, നാളെ നോബൽ സമ്മാനം വാങ്ങാൻ നിൽക്കുന്ന മനുഷ്യരാണ്, നമ്മളൊന്നും ആരും ഒന്നും പറയില്ല, ഞങ്ങളാരും വിമർശിക്കരുത് എന്ന് പറയുകയും ചെയ്തിട്ട് കാണിച്ചു വെക്കുന്ന അപരാധങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതാണ് ഇതിലെ പ്രശ്നം, വല്ല വേറൊന്നുമില്ല. നിങ്ങളുടെ പ്രശ്നം രീതിയായിട്ട് മാറ്റാനേ. ഞാനിതേ ചെയ്യുള്ളൂ, എനിക്ക് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യണം, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ഓക്കെ ഞാനങ്ങ് പറഞ്ഞു, നോ ഇഷ്യൂ നോ ഇഷ്യൂ ഇൻ ദാറ്റ്, റെസ്പെക്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അത് തന്നെ നിങ്ങൾ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്താൽ ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ചോയ്സ്, റെസ്പെക്ട് ദാറ്റ്. നിങ്ങളെ തന്നെ അവതരിപ്പിക്കുന്ന രീതി വേറെയും നിങ്ങൾ കാണിക്കുന്ന കാര്യം വേറെയാണെങ്കിലും ബ്രോ ദാറ്റ്സ് ഫൗൾ, ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ദാറ്റ്സ് ഫൗൾ. യു ആർ ഇവർ എ ബാഡ് ഗായ് ഓർ യു ആർ ഗുഡ് ഗായ്, ഗുഡോ ബാഡോ ആയിക്കോട്ടെ, അവതരിപ്പിക്കുന്ന രീതി അതൊരു മാച്ച് ആവണം, അത്രേ ഉള്ളൂ. ഞാൻ വീട്ടിൽ അപരാധം കാണിച്ചിട്ട് പുറത്ത് നല്ലവനാണെന്ന് പറഞ്ഞാണെന്ന് എങ്ങനെ ഇരിക്കും? അല്ല, വീട്ടിൽ നല്ലവനായിട്ട് ഞാൻ പുറത്ത് അപരാധം കാണിച്ച് എങ്ങനെ ഇരിക്കും? അത്രയൊക്കെ ഉള്ളൂ. രണ്ടും മാച്ച് ചെയ്യണം, എങ്കിലേ ശരിയാവുള്ളൂ.